സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കളെ അറിയിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എനർജി ഓഫ് ദ ഡേ ആണ്. എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഹിഡൻ ഇൻഫ്ലുവൻസ്, അതായത് എന്തായിരിക്കും താങ്കൾ അറിയാതെ താങ്കൾ ഇന്ന് പുറകിലേക്ക് പിടിച്ചു വലിക്കാൻ സാധ്യത, എന്താണ് ഇന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആക്ഷൻ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ 3 കാർഡുകൾ താങ്കൾക്ക് പറഞ്ഞുതരും. എന്താണ് ഇന്നത്തെ ഊർജ്ജം നമുക്ക് നോക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഊർജ്ജം നമുക്ക് ഡെവിൾ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഡെവിൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് കാണണ്ട. പൊതുവേ കാർഡ് വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് നമ്മൾ ഒരുപാട് എന്താ പറയുക, മോശം സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കാർഡ് വരാറുള്ളത്. ബോണ്ടേജ് എന്ന് പറയും, നമ്മൾ അടിമത്വം, നമുക്ക് പൊട്ടിക്ക് എറിയാൻ പറ്റാത്ത ചില ചുറ്റുപാടുകൾ, വിഷലിപ്തമായിട്ടുള്ള ചുറ്റുപാടുകൾ, അതേപോലെ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, അതിൽ നിന്ന് നമുക്ക് പൊട്ടിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സമയത്താണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എനർജി ഇതായിട്ട് വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തിരിച്ചറിവാണ്. ഓക്കെ, ഇതിലാണ് ഞാൻ നിൽക്കുന്നത്, ഇതെനിക്ക് പൊട്ടിക്കേണ്ട സമയമായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ നമ്മളിന്ന് കണ്ടുപിടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ പഴയ ഫ്രണ്ട്സിനെ കണ്ട് ആണുങ്ങളാണെങ്കിൽ വാടാവുന്ന മദ്യപിക്കാമെന്ന് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഇന്ന് താങ്കളെ പിടിച്ച് വലിക്കാൻ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന 6 ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ്. 6 ഓഫ് വോൺസ് എന്ന് പറയുന്നത് വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പൊതുവേ ഈ കാർഡ് വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾ നമ്മളിന്ന് കണ്ടുപിടാൻ സാധ്യതയുണ്ട്. ഇവരെ നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി തന്നെയായിരിക്കും ഒരുപക്ഷെ നമ്മൾക്കിന്ന് നമ്മുടെ മനസ്സിൽ വേദന കുത്തിവെക്കാൻ പോകുന്നത്. ഇന്ന് എന്ത് ആക്ഷൻ എടുക്കാം എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡാണ്. ആരെന്തുവെന്ന് പറഞ്ഞാലും സ്വന്തം കാര്യം നമ്മൾ നോക്കിയാലേ കാര്യമുള്ളൂ. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു കാർഡാണ്. ഇത് സന്തോഷത്തിൻ്റെ കാർഡാണ്, സമൃദ്ധിയുടെ കാർഡാണ്. ഇത് രണ്ടും ചേർന്ന് വന്നിട്ടുണ്ട്. സന്തോഷമുണ്ട്, സമൃദ്ധിയുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ആക്ഷൻ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ആരെങ്കിലും കാണുകയോ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷമത്തിൽ നിൽക്കാതെ നമ്മുടെ കുടുംബം, അതാണ് നമുക്ക് ഏറ്റവും അതിനെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.